നേപ്പാൾ കലാപത്തെക്കുറിച്ച് നിങ്ങൾ വാർത്ത വായിച്ചു 2-3 ദിവസമായിട്ട് അവിടെ പഴയ രാജഭരണം ഏകദേശം 258 കൊല്ലം അവിടെ രാജഭരണമായിരുന്നു. അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ അക്രമാസക്തമായ രീതിയിൽ കലാപം വരെ ഉണ്ടായി. പോലീസ് അതിനെ ഏകദേശം അടിച്ചൊതുക്കിയെന്നാണ് അതിൻ്റെ വിവരങ്ങൾ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഇൻഡെപ്തായിട്ട് പല സംഭവങ്ങളും നിങ്ങൾ അറിഞ്ഞു കാണും. പക്ഷെ ഞാൻ അവിടുന്ന് അറിയാൻ സാധിച്ച സംഭവം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ രാജഭരണം തിരിച്ചു കൊണ്ടുവന്ന് 2008 അവിടെ വന്ന ജനാധിപത്യ ഭരണം അത് മാറ്റണം. ഇതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോഴേ ഇന്ത്യ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും അവിടെ ജനാധിപത്യ ഭരണം വേണം. അവിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗിയുടെ ഒക്കെ ഫോട്ടോ വെച്ച് അവിടെ പ്രകടനം നടന്നത്. കാരണം ഇന്ത്യയുടെ സപ്പോർട്ട് കിട്ടുന്നുള്ള ധാരണയോടുകൂടിയാണ്. പക്ഷെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. ഒരു കാരണവശാലും രാജഭരണം തിരിച്ചു വരരുത്, ജനാധിപത്യ രീതിയിൽ തന്നെ അവിടെ ഭരണം ഉണ്ടാകണം. അവർ ഉന്നയിക്കുന്നൊരു സംഭവമുണ്ട്, അവിടെ ജനാധിപത്യ ഭരണത്തിനകത്ത് കറപ്ഷൻ ഭയങ്കരമാണ്, അത് മാറ്റണം, അതുകൊണ്ട് രാജഭരണമാണ്. ഇവർ പറയുന്ന പല സംഭവങ്ങളും അവിടെ ഇവിടെയും പിടികിട്ടാത്ത സംഭവങ്ങളൊക്കെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ഒരു കൂട്ടം പിന്നീടത് കുറച്ചധികം ആൾക്കാരായി, എന്താണ് ഇങ്ങനൊരു കലാപം ഉണ്ടാകാൻ, ഇതൊരു പ്രക്ഷോഭം ഉണ്ടാകാനുണ്ടായ കാരണം. ഈ രാജഭരണം എന്ന് പറയുന്ന സമയത്ത് നേപ്പാളിനെ പറ്റി പഠിക്കണം നിങ്ങൾ കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന അപ്പർ കാസ്റ്റിൻ്റെ കയ്യിലായിരുന്നു ആ രാജ്യം മുഴുവൻ. അവർ മാത്രമാണ് അവിടെ ഗവൺമെൻറ് സീനിയർ തലത്തിലും പോലീസ് സീനിയർ തലങ്ങളിൽ മുഴുവനും അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് ജോലി ചെയ്യുന്നത്. ബ്രാഹ്മിൺസും ക്ഷത്രി എന്നൊക്കെ പറഞ്ഞ കമ്മ്യൂണിറ്റി. അപ്പൊ അവർക്ക് ഈ 2008 ജനാധിപത്യ ഭരണം വരുന്നു. പിന്നീട് അവിടെ കമ്മ്യൂണിസ്റ്റ് നക്സൽ, അതായത് ലെഫ്റ്റ് ഭരണത്തിൽ വരുന്നു. കാരണം ജനാധിപത്യ രീതിയിലാണ്. കാരണം അവിടെ ഒത്തിരി ലെഫ്റ്റ് മൂവ്മെന്റ് ഉണ്ടായി ഈ രാജഭരണ സമയത്ത് തന്നെ. കാരണം വല്ലാത്ത രീതിയിൽ പലതും പ്രശ്നങ്ങളൊക്കെ വളരെ സീരിയസ് ആയിരുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ അവിടെ ലെഫ്റ്റ് റാഡിക്കൽസും നക്സലും ഒക്കെ വലിയ രീതിയിലുണ്ടായി ഒരു സമയത്ത്. അപ്പം അവിടെ രാജവംശം ഇന്ത്യൻ രാജവംശവുമായിട്ട് ഭോപ്പാലുമായിട്ട് രാജസ്ഥാനുമായിട്ട് അവർ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരുമായിട്ട് കണക്റ്റഡ് ഈ രാജവംശം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുമായിട്ടും ആ രാജവംശം വെൽ കണക്റ്റഡ്. അതുകൊണ്ടാണ് ഈ യോഗി ആദിത്യനാഥിൻ്റെയും നമ്മുടെ UP മുഖ്യമന്ത്രിയുടെ ഒക്കെ ഫോട്ടോ എടുത്ത് അവർ പ്രക്ഷോഭം മുന്നോട്ട് പോകുന്നു. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സന്യാസിയാണെങ്കിൽ തന്നെ അദ്ദേഹം ജനാധിപത്യ വിശ്വാസിയാണ്. എലക്റ്റഡായിട്ട് കയറി അവിടുത്തെ മുഖ്യമന്ത്രിയായത് 5 പ്രാവശ്യം. അവിടുന്ന് UP നിന്നും MP ആയിരുന്നു, ദ്വാരകാനാഥ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും. എന്നിട്ടാണ് പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. ഈ അപ്പർ കാസ്റ്റിന്റെ പ്രശ്നം എന്തുവാ? അവരുടെ കയ്യിൽ പഴയ പോലെയുള്ള ഭരണം കയ്യിലില്ല. ഗവൺമെന്റ് ജോലിയിൽ ഈ ദളിത്തും മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്കൊക്കെ റിസർവേഷനിൽ കൂടെ ജോലി കിട്ടി. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. നേപ്പാളിൽ നമ്മൾ ഇന്ത്യയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉള്ള സ്ഥലമാണ് നേപ്പാൾ. അപ്പർ കാസ്റ്റിന് പ്രത്യേക അമ്പലം, ലോവർ കാസ്റ്റിന് പ്രത്യേക അമ്പലം. ഭയങ്കരമായിട്ട് തഴഞ്ഞിട്ടേക്കുമായിരുന്നു അവിടെയുള്ള ദളിത് കമ്മ്യൂണിറ്റി. ആ തഴഞ്ഞിട്ടതിൻ്റെ പേരിൽ എത്രയോ ആൾക്കാർ, ഗൂർഖകൾ എന്ന് പറഞ്ഞ അവരുടെ ആൾക്കാർ ഇന്ത്യയിലോട്ട് കുടിയേറി. നിങ്ങൾ ഈ ഡാർജിലിംഗും സിലിഗുഡിയും, അതായത് ഇന്ത്യൻ ഗൂർഖ ആ ഏരിയയുണ്ട്, അതേപോലെ തന്നെ സിക്കിം, ഈ പറയുന്ന മേഖലയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവരുമായിട്ട് ഈ നേപ്പാളുമായിട്ട് വെൽ കണക്റ്റഡ് ആണ്. സെയിം നേപ്പാളി ലാംഗ്വേജ് തന്നെ പറയുന്നത്. ഇവരോടൊക്കെ ബന്ധു അവരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോഴവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പഴയ പോലെ ഈ ദളിറ്റ്സും ഇവർ ഈ പഴയ പോലെ പറയുന്നത് കേൾക്കുന്നില്ല. ഇവർക്ക് ഏറ്റവും മോശമായിട്ട് ജോലിയാണ് രാജഭരണ സമയത്ത് ദളിറ്റ്സിനും അവിടുത്തെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് കിട്ടിക്കൊണ്ട്. ഗവൺമെന്റ് ജോലി അടുപ്പിക്കത്തില്ല, മറ്റുള്ള ജോലിയിലൊക്കെ ഏറ്റവും മോശമായ ജോലിയാണ് കൊടുത്തോണ്ടിരുന്നത്. PU ആണെങ്കിൽ ഏറ്റവും തരം താഴ്ന്നത്. അവിടെ ജനാധിപത്യ ഭരണം വന്ന ശേഷം
ഈ ദളിത് കമ്മ്യൂണിറ്റിക്ക് എഡ്യൂക്കേഷൻ കിട്ടാൻ തുടങ്ങി. അവർ ചില പ്രധാനപ്പെട്ട പോസ്റ്റുകളിലോട്ട് വരാൻ തുടങ്ങി. ഇവർക്ക് ആ അപ്പർ കാസ്റ്റ് പഴയ രാജഭരണത്തെ ഇരുന്നവർക്ക് ഇവരെ അംഗീകരിക്കാൻ വിഷമമായി. ഇതാണ് അതിൻ്റെ മനോഹരമായ ബ്യൂട്ടി. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരവിടെ രാജഭരണം മതി. അതാണ് ആ പ്രക്ഷോഭത്തിൻ്റെ കാര്യം. ജനാധിപത്യം വേണ്ട. കാരണം രാജഭരണത്തിൽ വീണ്ടും ഈ പറയുന്ന അപ്പർ കാസ്റ്റ് ഈ എൻജോയ് ചെയ്ത കമ്മ്യൂണിറ്റിക്ക് തിരിച്ചു വരാം. അതാണ് അവരുടെ ലക്ഷ്യം. കാരണം പലയിടത്തു നിന്ന് ഇവർ മാത്രം സൂപ്പർ ഡോമിനേറ്റ് ചെയ്ത് ഭരിച്ചിരുന്ന പലയിടത്തു നിന്നും ഇവർക്ക് ഒഴിഞ്ഞു മാറേണ്ടി വന്നു. കാരണം ജനാധിപത്യ ഗവൺമെന്റ് ഈ കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കൊടുത്തു, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു, അവരെ പഠിപ്പിക്കാൻ തുടങ്ങി, അവർ ജോലി ചെയ്യാൻ തുടങ്ങി, അവർക്ക് സാലറി കിട്ടാൻ തുടങ്ങി. മറ്റേ ആൾക്കാർ അധികം പേരും, നിങ്ങൾ നേപ്പാളിനെ പറ്റി അപ്പർ കാസ്റ്റിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അവർ ജോലിയൊന്നും ചെയ്തില്ല. ഈ പാവം പിടിച്ചവൻ്റെ മേലിൽ കിടന്ന് ഭരിച്ച് അവനെ പൂർണ്ണമായിട്ടും ചൂഷണം ചെയ്തിട്ടാണ് അവിടെ മെജോറിറ്റി ഓഫ് അപ്പർ കാസ്റ്റ് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് നേപ്പാളിൻ്റെ അവിടുത്തെ രാജഭരണം ഹിന്ദു രീതിയിലാണ്. കാരണം ലോകത്തിനകത്ത് ഒരു ഹിന്ദു രാജ്യം എന്ന് പറയുന്നത് നേപ്പാളാണ്. പിന്നീട് 2008 സെക്കുലർ, അതായത് ഹിന്ദു രാജ്യം എന്ന സംഭവം മാറ്റിയിട്ട് ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും ഒരു പ്രത്യേക മതമല്ല, സെക്കുലർ. അപ്പോൾ ഇന്ത്യ പോലെ സെക്കുലർ രീതിയിലോട്ട് പോയി. ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ശരിക്കും നേപ്പാളിലുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പാർട്ട്ണറാണ്. അവിടെ ജനാധിപത്യത്തിനകത്ത് ചില പ്രശ്നങ്ങളും പാളിച്ചകളും ഉണ്ടായി എന്നത് സത്യം. അതിൻ്റെ ഭാഗമായിട്ട് ചില രീതിയിൽ ഇത്ര ശതമാനം കറപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ കറപ്ഷൻ ഉണ്ടായ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ കറപ്ഷനിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടതെന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? അപ്പർ കാസ്റ്റ്. കാരണം പണം അടിച്ചു മാറ്റാൻ തുടങ്ങി. അപ്പൊ അവർക്കെതിരെ അന്വേഷണത്തിന് വരുന്ന ആരാ? ലോവർ കാസ്റ്റ് ഉദ്യോഗസ്ഥർ. അതവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്കിതിന് യഥാർത്ഥ സംഭവം പിടികിട്ടിയോ? അതായത് അപ്പർ കാസ്റ്റിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ കറപ്റ്റഡ്. ലോവർ കാസ്റ്റിലുള്ള ഉദ്യോഗസ്ഥര് ഇവർക്കെതിരെ കേസ് ചാർജ് ചെയ്യുക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായി പോയി. ഈ ലോവർ കാസ്റ്റിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ജഡ്ജിമാരായിട്ടിരുന്ന അപ്പർ കാസ്റ്റിനെതിരെ വിധി പറയാൻ തുടങ്ങി. ഞാനീ പറയുന്നത് അവിടുന്ന് ആ സംഭവങ്ങളൊക്കെ മാറിപ്പോയി കഴിഞ്ഞപ്പം ഇവർക്കിത് ഒരു കാരണവശാലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. വീണ്ടും മൊണാർക്കി തിരിച്ചു തരണം. ഈ മൊണാർക്കിക്കകത്ത് ആൾക്കാർ ഭരണമില്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ലല്ലോ. രാജഭരണം നശിച്ചു കഴിഞ്ഞാൽ, ഇല്ലാതായി കഴിഞ്ഞാൽ അവരെ ഏത് പുല്ലന് വേണം, ആരെ അവരെ മൈൻഡ് ചെയ്യുന്നത്? പക്ഷെ ഇപ്പോഴും നമുക്കറിയാമല്ലോ, ഒരു ഇന്ത്യൻ ഒരു രീതി ഉണ്ടല്ലോ, ഒരു രാജാവായിരുന്നു, ഒരു നമ്മൾ പറയിച്ചു വലിയ രാജാവാണ്, രാജകുടുംബം. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയുള്ള ദലിത് മറ്റേ മാർജിനലൈസ്ഡ് ഉള്ള OBC അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഈ പുലന്മാരെ മൈൻഡ് ചെയ്തില്ല. അതാണ് ഇവർക്ക് പ്രശ്നം. കാരണം എലക്ഷൻ നടത്തി കഴിയുമ്പോൾ മെജോറിറ്റി ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല അവിടെ ഭരണത്തിൽ വരുന്നത്. അതവർക്ക് പറ്റത്തില്ല. ഒരു ചെറിയ മൈനോറിറ്റി ഉള്ള അവിടുത്തെ അപ്പർ കാസ്റ്റ്, അവർക്ക് വീണ്ടും ഭരണത്തിൽ വരണം. ഇത് പഴയ പോലെ അവർക്ക് പഴയ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഞാൻ ഉണക്കൊണ്ടായി പ്രശ്നമായി, ഇത് പ്രതിഷേധമായി. പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഒഫീഷ്യലി അവിടെ 1.42% ഉള്ളൂ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെയുള്ള വലിയൊരു സമൂഹം, വലിയൊരു വിഭാഗം ദലിത് കമ്മ്യൂണിറ്റി, അവർ കൺവേർട്ടഡ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനാണ്. അതോടുകൂടി അവിടെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനായിട്ട് അവിടെ കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി. ഇതൊരു ഭയങ്കര മാറ്റമാണ്. കാരണം മെജോറിറ്റി ഈ കമ്മ്യൂണിറ്റിയായ ദലിറ്റ്സിന് ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ കൂടെ അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ഈ ഗവൺമെന്റ് പോസ്റ്റിലോട്ട് കയറാൻ തുടങ്ങി. ഇതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത്. കാരണം അതാണ് അതിൻ്റെ അകത്തൊരു ചൈനീസ് വാക്കെന്ന് പറയുന്നത്, മീൻ കൊടുക്കരുത്, മീൻ പിടിക്കാൻ പഠിപ്പിക്കണം. ഒരാൾക്കൊന്നും ഫ്രീ കൊടുക്കാൻ അവരെ പഠിപ്പിച്ചെടുക്കണം. അതിലാണ് അവിടെ സക്സസ് ആയത് ഇവാഞ്ചലിക്കൽ പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ്. ഭയങ്കര മൂവ്മെന്റ് അവിടെ നടക്കുന്നത്. നിങ്ങളിപ്പം എവിടെ ഇന്ത്യയുടെ പാർട്ടായ സിലിഗുഡി നിങ്ങൾ ഡാർജിലിംഗിൽ പോവുകയാണെങ്കിൽ അപ്പുറത്ത് നേപ്പാളിൻ്റെ ബോർഡർ സ്റ്റാർട്ട് ചെയ്യുക, അതേപോലെ ബീഹാറിൻ്റെ ബോർഡർ, നേപ്പാളിൻ്റെ ബോർഡർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അവിടെ നമുക്ക് കാണാൻ സാധിക്കും നേപ്പാളി കമ്മ്യൂണിറ്റി
അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഈ ദലിറ്റ്സ് കമ്മ്യൂണിറ്റിയുടെ ദാരിദ്ര്യം മാറി. കാരണം എഡ്യൂക്കേഷൻ കിട്ടി, പഠിക്കാൻ തുടങ്ങി. പിന്നെ വേറെ കാര്യങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവമുണ്ട്. നമുക്ക് ഗൂർഖ റെജിമെന്റ് ഉണ്ട് ഇന്ത്യ ഗവൺമെന്റ്. നമുക്ക് ഇന്ത്യൻ പട്ടാളത്തിന് പഴയ ഉടമ്പടിയുടെ ഭാഗമായിട്ട് അതിൻ്റെ അകത്ത് 60% ഇന്ത്യൻ സൈഡിലുള്ള ഗൂർഖയും 40% നേപ്പാളിൽ നിന്നുള്ള ഗൂർഖയും. ഇന്ത്യൻ സൈഡിലുള്ള ഗൂർഖകൾ ഈ ഗൂർഖ റെജിമെന്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നേപ്പാൾ സൈഡിലുള്ള അപ്പർ കാസ്റ്റിന് നമ്മൾ ഈ പറയുന്ന നമ്മുടെ അഗ്നിവീർ പരിപാടിയോട് യോജിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെയുള്ള ലോവർ കാസ്റ്റ്, അതായത് ദലിറ്റ്സും അവിടുത്തെ ബാക്ക്വേർഡ് ക്ലാസ് OBC, അവർ ഈ പറയുന്ന പോലെ എഡ്യൂക്കേറ്റഡായി. അപ്പൊ ഇതിന്റെ സെലക്ഷനകത്ത് ഇവർക്ക് ചാൻസ് കിട്ടി, മറ്റവർക്ക് ചാൻസ് കിട്ടുന്നില്ല. ഇവർ ജോയിൻ ചെയ്തു, മറ്റവർ ജോയിൻ ചെയ്യുന്നില്ല. ഞാൻ ഈ പറയുന്ന പൊരുത്തക്കേട് പിടികിട്ടിയില്ല. ഇതൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് വെറുപ്പുണ്ടാക്കി. അതായത് നേപ്പാളി ഗൂർഖ റെജിമെന്റിനകത്ത് ദലിറ്റ്സ് കമ്മ്യൂണിറ്റി നേപ്പാളിൽ നിന്നുള്ളവരുടെ എണ്ണം കൂടി. കാരണം എഡ്യൂക്കേഷൻ കിട്ടി. കാരണം നേപ്പാളീസ് വാരിയേഴ്സ് ആണ് ബേസിക്കലി ഗൂർഖ റെജിമെന്റ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് റെജിമെന്റ് ആണ് ഇന്ത്യയിലെ. അപ്പം അതിനകത്തും പ്രശ്നമായി ഇവർക്ക്. അവർക്ക് ഇന്ത്യ ഗവൺമെന്റ് അവിടെ ജോലി കിട്ടണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ ഇവർക്ക് കിട്ടുന്നു. സർക്കാർ സർവീസ് അവർ പോകുന്നു, എഡ്യൂക്കേറ്റഡായി. മറ്റവൻ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവൻ രാജാവായിട്ട് കഴിയുകയാണ്. ഇതാണ് ജനാധിപത്യത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. എക്സാക്ട് എന്തുവാണെന്ന് നേപ്പാളിൽ നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ ഇന്ത്യയിൽ നമുക്ക് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കണം. ഇതില്ലാതായും മതിയാവും. എന്നാൽ മാത്രമേ നമുക്ക് ഇന്ത്യക്കാരന് ഒരുമിച്ച് ലോകത്തിന്റെ മുൻപന്തിയിൽ വരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ക്യാൻസർ തന്നെയാണ്, നമ്മുടെ റിയൽ ക്യാൻസർ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്, ഒരു സംശയവുമില്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അവർ സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ
പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.